തിരിച്ച പൈസയൊക്കെ ഇപ്പൊ എവിടെ പോയി? അതാണ് നമുക്ക് സംശയമുള്ളത്. അത് എവിടെയാണുള്ളത്, എന്താണ് സംഭവം, അതിന്റെ അക്കൗണ്ട് കാര്യങ്ങൾ എവിടെ, അതൊക്കെ ജനങ്ങൾക്കൊന്നും അറിയാം. പക്ഷെ അവർ തരുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ, അത് ബാങ്കിൻ്റെതായ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല. ഈ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനക്കാരെന്ന് പറഞ്ഞ ഒരു ടീം വരും. നിങ്ങളെ ഗ്രാമം നന്നാക്കും, ധർമ്മസ്ഥല വീരേന്ദ്രൻ എന്ന് പറഞ്ഞ ദേവമാനമല്ലേ, എല്ലാം പറഞ്ഞാൽ കേൾക്കണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും അവിടെ. ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന്റെ ദേവന്റെ മഞ്ജുനാഥ സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. പിന്നീട് അവരെ അധ്യക്ഷനായ വീരേന്ദ്ര ഹെഗ്ഗഡെ ജൈനാണ്. അവരുടെ ഭാര്യയുടെ പേര് വെച്ചിട്ടാണ്, ഫോട്ടോ വെച്ചിട്ടാണ് ഈ ബുക്ക് കൊടുക്കുന്നത്. പിന്നെ ഞാൻ 3 ലക്ഷം ലോൺ എടുത്തു. 3 ലക്ഷം ലോൺ എടുത്തിട്ട് 2 ലക്ഷം കെട്ടി. ഇപ്പൊ അവരെ കാണിക്കുന്ന 2,80,000 അന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം ഈ ഒരു ഇൻഷൂർ ചെയ്തു. 2 ലക്ഷത്തിന് ഇൻഷൂറാണ് ചെയ്യുന്നത്, ബോണ്ട്. ഈ ഇൻഷൂർ ചെയ്തിട്ട് ഇൻഷൂർ ബോണ്ട് ഞമ്മ കൊടുക്കാറില്ല, കടലാസ് കൊടുത്തു. ആ കടലാസിൽ അവർ പറഞ്ഞ് ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, കൃത്യമായിട്ടുണ്ട്, എല്ലാ നേരെ കാര്യമാണ് പറഞ്ഞിട്ടാണ്. അതിനുശേഷം നമുക്ക് ഡൗട്ട് വീണ് ഇത് അവർ ഞങ്ങൾ കടലാസ് കൊടുക്കുന്ന പറയുമ്പോൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നവർ കൊടുത്തിട്ടില്ല. അതിന്റെ ശേഷം നമുക്കൊരു ഇതിന്റെ മുകളിൽ സംശയമുണ്ട്. ആ സംശയം വീണ്ടാവാണ് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. Charitable non-profit trust, so they are fooling the people. You lodged any complaint against this? There are 41 complaints already registered against SKDRDP in Karnataka. Court has already instructed Honorable DG and IGP of Karnataka to conduct investigation on the scandals of SKDRDP. ഈ ദേവമാനോ ഇവന്റെ കുടുംബക്കാരും കൂടിയിട്ട് എന്റെ കുടുംബത്തെ പത്മലത ഒരു കൊച്ചിനെ 17 വയസ്സുകാരി പിന്നെ 1989 കൊല ചെയ്തിയ അത്യാചാരം ചെയ്ത് വന്നു. SBI ബാങ്കുകാർ പറഞ്ഞ് നിങ്ങൾ ഇത് കെട്ടാനുള്ളത് 38,000, നോക്കുമ്പോൾ ഈ പാർട്ടിന്റെ ഇവര് മേടിക്കാൻ പോകുന്നത് 1,15,000. അതിപ്പോ ഇവിടെ SHG നിർമ്മിച്ച കുടുംബശ്രീ മോഡലിലാണെന്ന് പറയാം. പക്ഷെ കുടുംബശ്രീ മോഡലിൽ കാണുന്നില്ല, ബാങ്കുമായിട്ട് യാതൊരു ബന്ധമില്ല. കുടുംബശ്രീക്ക് ബാങ്കുമായിട്ട് ബന്ധം. പക്ഷെ ഇവർ തരുന്ന ബുക്കിലാണ് ഇവർ എൻട്രി ചെയ്യുന്നത്. അതിപ്പോൾ ജനങ്ങൾക്കൊരു സംശയമാണ്, എന്താണ് ഇതൊന്നും മനസ്സിലാവുന്നത്. ഒരു 9 അംഗ 10 ആൾ സംഘം ഉണ്ടാക്കി, സംഘത്തിന് ആഴ്ച പിരിവ് നടത്തുന്നു, പിന്നീട് അതിൽ നിന്ന് പണം ഈടാക്കുന്നു, ലോൺ കൊടുക്കുന്നു, 3 ലക്ഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ സേവിങ്സ് ആയി പണം വാങ്ങുന്നുണ്ട്. ഈ പണത്തിന് ഒരു കണക്കും കാര്യങ്ങളും ഈ മെമ്പർമാരുടെ കയ്യിലില്ല. ആ മെമ്പർമാരാണ് ഇവിടെ ഉള്ളത് പല ആൾക്കാർ. അവർക്ക് ഇതിന്റെ സംശയമാണ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർക്ക് നൽകാറില്ല. സംഭവം തിരിച്ച പൈസയൊക്കെ ഇപ്പൊ എവിടെ പോയി? അതാണ് നമുക്ക് സംശയമുള്ളത്. അത് എവിടെയാണുള്ളത്, എന്താണ് സംഭവം, അതിന്റെ അക്കൗണ്ട് കാര്യങ്ങൾ എവിടെ, അതൊക്കെ ജനങ്ങൾക്കൊന്നും അറിയാം. പക്ഷെ അവർ തരുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ, അത് ബാങ്കിൻ്റെതായ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല. നിങ്ങൾ കുറെ പൈസ നഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഇപ്പൊ നഷ്ടപ്പെട്ട ഇതിന്റെ ഒരു സംഭവത്തിൽ കൂടി ഞങ്ങൾ ഇവന്മാരെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോ ഇവന്മാർ നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇദ്ദേഹത്തെ നമ്മൾ പരാതി വരെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവർ നിയമവിരുദ്ധമായി നടത്തുന്നത് ഞങ്ങൾക്ക് അതിന്റെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ സംശയം തോന്നാൻ കാരണം ഇദ്ദേഹത്തെ മുകളിൽ പരാതി കൊടുത്തപ്പോ അത് നിങ്ങളുടെ പേര്? എന്റെ പേര് അശോകൻ. കർണാടക രാജ്യത്തെ ദക്ഷിണ ജില്ല വെളുത്തങ്കാട് ധർമ്മസ്ഥല ഗ്രാമം, പുണ്യക്ഷേത്രം ധർമ്മസ്ഥലം. അതെല്ലാവരുടെ ക്ഷേത്രം, നമ്മളെ ക്ഷേത്രം, നമ്മൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടെ ക്ഷേത്രങ്ങൾ. അന്നേരം ആ ക്ഷേത്രത്തിന്റെ പേര് വെച്ചിട്ട് ഇന്ന് നടക്കുന്ന അഴിവ് എന്ന് പറഞ്ഞാൽ ബഡ്ഡി തന്തി എന്ന് പറഞ്ഞു. ബഡ്ഡി തന്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പറഞ്ഞെങ്കിൽ ഈ കാശ് കൊടുത്തിട്ട് ഒത്തിരി ബഡ്ഡി മേടിക്കുന്നത്. ഈ ഒരു ധന്ത നടക്കുന്നത് അതുമല്ല, അത് ഈ പലിശയ്ക്ക് പണം എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നത്. പലിശയ്ക്ക് പണത്തിന്റെ അല്ല ഇത് മെയിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ NRML എന്ന് പറയും. അതായത് ഗ്രാമ അഭിവൃദ്ധി ചെയ്യാനായിട്ട് ആ കേന്ദ്ര സർക്കാരും പാവപ്പെട്ടവരെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന കാശ് ഇവർ തട്ടിപ്പിക്കുക, ഇവരടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് ആൾക്കാർക്ക് എത്തുന്നില്ല. ഇത് അടിച്ചു മാറ്റുന്നത് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാജ്യസഭാ സദസ്യരായിരിക്കുന്ന ശ്രീക്ഷേത്ര ധർമ്മസ്ഥലത്തിന് ധർമാധികാരി എന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ, ഈ പുള്ളിയെ അടിച്ചു മാറ്റി. ഇതാ ഈ ട്രസ്റ്റിന്റെ അധ്യക്ഷൻ പുള്ളിയാണ്. അതിന് ആ പുള്ളിനെ തന്നെ പേര് പറയണമല്ലോ, വേറെ പോയി പറയാം. പുള്ളി അത് SKDRDP അധ്യക്ഷന് പുള്ളിനെ കയറപ്പില്ല ഇപ്പൊ അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കിന് കർണാടക രാജ്യത്തും കാസർഗോഡായിട്ട് പറഞ്ഞ് 1,08,000 കോടി കാശ് ടർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരാ. അതിനകത്തല്ല ഈ 2016 പറഞ്ഞെങ്കിൽ നോട്ട് ബാൻ ആയ കഴിഞ്ഞ പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷത്തിന് മേളിലോട്ടൊന്നും ക്യാഷ് ആയിട്ട് പോകാൻ പാടില്ല, എല്ലാം ഓൺലൈൻ ചെയ്യണം, അഴിമതി നിൽക്കണമെന്ന് പറഞ്ഞ് ചെയ്ത്. എന്നാൽ ഇവർ ആഴ്ച മേടിക്കും 1000 കോടിയാ ക്യാഷ് ആയിട്ട് മേടിച്ചോണ്ട് വന്നത്. അവർക്ക് ഫോൺ പേനോ GPayനോ ഒരു പേയും ഇല്ല, അവിടെ എല്ലാം ക്യാഷ് ആയിട്ട് മേടിക്കുന്നു. ഇതാരും ചോദിക്കാനില്ല, പറയാനും ഇല്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ഷേത്രത്തിൽ ഒത്തിരി പെൺപിള്ളേരെ അഴിമതി കൊന്നിട്ടുണ്ട്, അത്യാചാരം കൊന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവിടുത്തെ രാജാവ്.
അവിടെ ചോദിക്കാൻ പറയാൻ ആരുമില്ല. ഈ അഴിമതി നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനക്കാരെന്ന് പറഞ്ഞ ഒരു ടീം വരും. നിങ്ങളെ ഗ്രാമം നന്നാക്കും, ധർമ്മസ്ഥല വീരേന്ദ്രൻ എന്ന് പറഞ്ഞ ദേവമാനമല്ലേ, എല്ലാം പറഞ്ഞാൽ കേൾക്കണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അവിടെ 10 പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ റെക്കോർഡ് എല്ലാം മേടിച്ചുകൊണ്ട് വരും. ഇതൊക്കെ പറഞ്ഞാൽ ഫിംഗർ പെട്ടാവട്ടെ, ആധാർ കാർഡ് ആവട്ടെ, പിന്നെ ID കാർഡ് എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ തന്നെ നേരെ പോയിട്ട് ബാങ്കിൽ കൊടുക്കും. ബാങ്കിൽ കൊടുത്തിട്ട് ഇതിനൊരു സംഘം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് എന്നാണ് വെച്ചാൽ ആ സംഘത്തിന്റെ പേര്, കാസർഗോഡ് സംഘത്തിന്റെ പേര് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആക്ച്വലി എന്ന് പറഞ്ഞാൽ സേവിംഗ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലോട്ട് ഒരു 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഈ 10 ലക്ഷം ബാങ്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വരുമല്ലോ. ആദ്യം ഇവിടെ സ്ത്രീശക്തിയൊക്കെ ഉണ്ടല്ലോ, സെയിം അതേപോലെ. എന്നാലും ഇവര് ഈ അക്കൗണ്ട് ചെയ്തിട്ട് കേന്ദ്ര സർക്കാർ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ കൺട്രോൾ ചെയ്യുന്നത് 10 പേരല്ല, ഈ ധർമ്മസ്ഥലത്തിന്റെ ഓരോ ആൾക്കാരുണ്ട്, ജോലിക്ക് ആൾക്കാരുണ്ട്, അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഈ അക്കൗണ്ട് കഴിയുമ്പോൾ നമ്പർ കൊടുക്കുന്ന അവരുടെ സേവപ്രതി എന്ന് പറഞ്ഞു അവരുടെ നമ്പറാണ് കൊടുക്കുന്നത്. അതിലോട്ടാണ് മെസ്സേജ് വരുന്നത്. എന്നിട്ട് ഈ കറണ്ട് അക്കൗണ്ട് ആരുടെയാ? കാസർഗോഡ് 10 പേരുടെ കൂടിയല്ലേ. ഈ കൺട്രോൾ ഇതിനകത്ത് കാശ് തന്നെ എടുത്തിട്ട് ഈ 10 പേർക്ക് ഇപ്പം ആർക്കെങ്കിലും 10 ലക്ഷം വേണം, 15 ലക്ഷം ബാങ്കിൽ നിന്ന് ഇടും. അത് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ലക്ഷം കൊടുക്കും. എന്നിട്ട് ആഴ്ച അവർക്ക് ബാങ്ക് കൊടുത്തേക്കുന്ന 9.1% ഒരു വർഷത്തിന് 12 മാസം മാത്രം കെട്ടാൻ ഒരു 50 ആഴ്ച വരും തിരിച്ചു. എന്നിട്ട് ആ കാശ് അവിടെ എടുത്തിട്ട് വേറെ ഒരു കൊടുക്കും. എന്നിട്ട് അവിടെ കാശ് എടുത്ത് ബാങ്ക് ഇടിയാല, ബാങ്കിലെ കാശ് ബാങ്കിൽ ഇടണോ, ബാങ്ക് ഇടിയാല അവരെടുത്തിട്ട് വേറെ സംഘത്തിന് കൊടുക്കാണ്ടിരിക്കുക. ഇതേ രീതി ഭയങ്കര ഒരു സംശയം. അതായത് ഞാനിപ്പോൾ ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് നിങ്ങളൊരു 4-5 പേരെ കൂട്ടുന്നു, എന്നിട്ട് നമ്മളൊരു സഹകരണ സംഘം ഉണ്ടാക്കുന്നു, ഒരു കുടുംബശ്രീ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങി പോയിട്ട് ഞാനൊരു ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുന്നു, ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നു, 10 പേരുടെ പേര് 10 പേരുടെ പേര് കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നു. കറണ്ട് അക്കൗണ്ടില് ബാങ്കിൽ നിന്ന് പൈസ ഇടും. അതിപ്പോ ഈ കുടുംബശ്രീക്ക് കൊടുക്കില്ല, ലോൺ കൊടുക്കില്ല, 10 ലക്ഷം 5 ലക്ഷം കുറവായി പൈസ ഇടും. ആ പൈസ ഞാൻ എന്ത് ചെയ്യുക, ഇത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തരും. ബാങ്ക് 10% പലിശയ്ക്ക് തരണമെങ്കിൽ ഞാനത് എടുത്തിട്ട് നിങ്ങളുടെ കിട്ടുമ്പോൾ 15%, 20% ആവും. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞ 15%, 20% ആവും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള എന്റെ പേര് ഗിരീഷ് രായ് മല്ലാവര ആദൂർ. പിന്നെ എന്താണ് ഇപ്പൊ ഇത് ആരെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത്? ഇത് തട്ടിപ്പ് നടത്തുന്ന പറഞ്ഞാല് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് ശ്രീക്ഷേത്ര ധർമ്മസ്ഥല എന്ന് പേര് പറഞ്ഞാണ് ഇവർ വന്നിട്ടാണ് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി. സ്ഥാപനം എന്താ പറഞ്ഞെങ്കിൽ SKDRDP BC ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥാപനം. അപ്പോൾ ആദ്യം ഒരു നാട്ടിലേക്ക് വന്നിട്ട് പറയുന്നത് എന്താ പറഞ്ഞെങ്കിൽ ഇതൊരു കുടുംബശ്രീ മാതിരിയുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നിട്ട് അവർ ഒരു നാട്ടിൽ ഒരാളെ വെക്കും, ഒരു നേതാക്കൾ, ഇത് SP എന്ന് പറഞ്ഞിട്ടാണ് അവർ വെച്ചിട്ട് അവരെ ഒന്നിച്ചിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചേർത്തോട് വരും. ചേർത്തിട്ട് എങ്ങനെ ചേർക്കുന്ന പറഞ്ഞെങ്കിൽ ഇത് ഒരു 5 പേരിന്ന് 20 പേര് വരെ ചേർക്കും ആദ്യമായിട്ട്. ചേർത്തിട്ട് അപ്പൊ ആഴ്ച 10 രൂപയെന്ന് തൊട്ട് 100 രൂപ വരെ അവർ ഈടാക്കുന്നത്. ഇപ്പൊ ആ ഈടാക്കുമ്പോ അപ്പൊ പറയും നിങ്ങൾക്ക് എത്ര കെട്ടാൻ സാധ്യത ഉണ്ട്, 10, 20, 50, 100. അപ്പൊ ഈ 100, 50 കെട്ടുമ്പോഴല്ലേ അവരായിട്ട് ഒരു നിർണയ പുസ്തകം നിറഞ്ഞിട്ട് കൊടുക്കും. ആദ്യം അവർ തന്നെ ആയിട്ടില്ലേ ആ നിർണയ പുസ്തകത്തില് അതില് ശ്രീക്ഷേത്ര ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന്റെ ദേവന്റെ മഞ്ജുനാഥ സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. പിന്നീട് അവരെ അധ്യക്ഷനായ വീരേന്ദ്ര ഹെഗ്ഗഡെ ജൈനാണ് അവരുടെ ഭാര്യയുടെ പേര് വെച്ചിട്ടാണ്, ഫോട്ടോ വെച്ചിട്ടാണ് ഈ ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ പുസ്തകത്തിലാണ് അവരിങ്ങനെ നമ്മളിപ്പോ എത്ര ആൾ ചേരുന്നുണ്ട്, ആ ചേരുന്നവരെല്ലാം ഇത് പേരെടുത്തിട്ട് ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറി എന്ന് പറയും. അപ്പൊ പറയുമ്പോ പറയാം ആദ്യം ഇത് നിങ്ങൾക്ക് കൊടുക്കുന്ന ബാങ്ക് വഴിയാണ് പറഞ്ഞ, ബാങ്കിന്റെ മുഖേന കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ അപ്പൊ നമുക്ക് ഈ ആദ്യമല്ല ഇത് ഇപ്പൊ നമ്മളിവിടെ കുടുംബശ്രീ ഇങ്ങനെയെല്ലാം നടത്താറുണ്ടല്ലേ, സ്വസഹായ സംഘാടനത്തിൽ അതുമാതിരിയാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ ചേർന്നിട്ടുണ്ടായത്. അപ്പൊ ക്രമേണ നോക്കുമ്പോൾ എന്തായി പറഞ്ഞാൽ ഇവര് ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്ന പറഞ്ഞെങ്കിൽ ആദ്യം 13% എന്നാണ് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെ അറിഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്കൊരു മൈക്രോ ഫൈനാൻസ് പോലെ അറിഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനൊരിപ്പോ 1 ലക്ഷം എടുത്താൽ ഒരു 3 വർഷത്തേക്ക് 1,60,000 വരെ പൈസ ഈടാക്കുന്നതാണ് അവർ. അറിഞ്ഞെങ്കിൽ ആഴ്ചയാണ് കെട്ടേണ്ട സംഭവം. ഈ പൈസ കെട്ടേണ്ട സംഭവം ആഴ്ചയാണ്. അപ്പൊ ഈ ഒരാഴ്ച കെട്ടാൻ, ഒരാഴ്ച 2 ആഴ്ച നമുക്ക് പൈസ കെട്ടാൻ പറ്റൂല. പറ്റാതിരിക്കുമ്പോഴാണ് അവർ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തും.
അതും അല്ലാത്ത നമ്മളെ കൂടി അയൽവാസിന് എല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് അവരോടാണ് ഭീഷണി പഠിപ്പിക്കുന്നത്. അവര് തമ്മിൽ ദൂരെ നിൽക്കും ഇതിന്റെ സംഭവം പറ്റിട്ട്. ഈ ലോൺ നിങ്ങൾ ലോൺ എടുത്താണോ അല്ലെങ്കിൽ പൈസ കിട്ടാണോ ഇത്? ഞങ്ങൾ പൈസ കെട്ടിന്, ലോൺ എടുത്തിന്, അതിന്റെ ഒപ്പം ഇൻഷൂർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ നഷ്ടമായി? ഞങ്ങൾക്കിപ്പോ ലോൺ എടുത്തിന് ഞാൻ 3 ലക്ഷം ലോൺ എടുത്തു. 3 ലക്ഷം ലോൺ എടുത്തിട്ട് 2 ലക്ഷം കെട്ടി. ഇപ്പൊ അവരെ കാണിക്കുന്ന 2,80,000 അന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം ഈ ഒരു ഇൻഷൂർ ചെയ്തു. 2 ലക്ഷത്തിന് ഇൻഷൂറാണ് ചെയ്യുന്നത്, ബോണ്ട്. ഈ ഇൻഷൂർ ചെയ്തിട്ട് ഇൻഷൂർ ബോണ്ട് ഞമ്മ കൊടുക്കാറില്ല. ഇൻഷൂർ ബോണ്ട് അവർ എടുത്തു വെക്കും. എങ്ങനെ എടുത്തു വെക്കാറുണ്ടെങ്കിൽ അവരെ നോമിനായിട്ട് അവരാണ് എടുക്കുന്നത്. ഈ സംഭവം നോമിന അവരെടുക്കും. പിന്നെ ഈ ഞമ്മ ആഴ്ച പൈസ കിട്ടുന്നുണ്ടല്ലേ, ഈ പൈസന്റെ ഒരു തെളിവില്ല, യാതൊരു തെളിവില്ല. തെളിവ് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു ബുക്ക്, ഈ ബുക്കിലാണ് എഴുതിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഇത് ഇതിനെ പറ്റി നമുക്ക് സംശയം കാണുമ്പോ എന്തായെന്ന് പറഞ്ഞാല്, സംശയം കണ്ടല്ലേ, സംശയം കാണുമ്പോ പറഞ്ഞു നിങ്ങൾ ബാങ്കിലില്ല, അത് ഞങ്ങൾക്ക് എന്തില്ല അങ്ങനെ ഇങ്ങനെ. അപ്പൊ ബാങ്കിലില്ലെങ്കിൽ ഞങ്ങൾക്ക് പാസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമല്ലോ ബാങ്കിൽ നിന്ന്, അത് നിങ്ങൾ പോയിട്ട് ചോദിക്കും നടന്നു. അപ്പൊ നിങ്ങൾ പോയിട്ട് ചോദിക്കാം. അപ്പൊ അവരുണ്ടാക്കി ഇതിനെ ഞങ്ങൾ പോയിട്ട് ഇതിനെ ചോദിക്കുമ്പോ ഇതാണല്ലോ. ഇപ്പൊ കുടുംബശ്രീ വല്ല മാതിരി അങ്ങനെയല്ലല്ലോ ഇല്ലത്. കുടുംബശ്രീ പറഞ്ഞാൽ ആഴ്ച ഇതിപ്പോ മാസത്തിൽ ഒരിക്കൽ കെട്ടേണ്ട സംഭവമാണ്. ബാങ്കാണ് ഡയറക്റ്റ് നേരിട്ടില്ലത്. ഇതില് ബാങ്കുമായിട്ട് യാതൊരു ബന്ധമല്ലേ. ഇപ്പൊ എത്ര പേര് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും? കുറെ കാസർഗോഡ് ജില്ലയില് കുറെ ആൾക്കാരുണ്ട്. ഏതൊക്കെ ഭാഗത്തുള്ള ആളുകളാ? കാസർഗോഡ് ഇപ്പൊ മഞ്ചേശ്വര, ബജ്ജിയടുക്ക, പെർല, ആദൂർ, ഇങ്ങോട്ട് ചെർക്കല, പിന്നെ അധികം ബോർഡറിലെ ആളുകളാണോ? അധികം ബോർഡറില്ല, ദേലമ്പാടി, ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും. ഓഫീസ് എവിടെയുള്ളത്? ഓഫീസ് ഇപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞെങ്കില് കാസർഗോഡ് മല്ലികാർജുന അമ്പലത്തിന്റെ ബാക്കിലാണ് ഒരു ഓഫീസ് ഉള്ളത്. അവിടെ ഉണ്ട് ഓഫീസ് ഉണ്ട്. പിന്നെ ഈ ആഴ്ചയില്ലേ അവര് ഒരു ഓഫീസ് ഉണ്ട്, ചെറിയ ഓഫീസ് ആയിട്ട് CC സെന്റർ എന്ന് പറഞ്ഞത്. SKDRDP BC ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവര്. അതിന്റെ ഫുൾ ഫോം എന്താ? SKDRP ഫുൾ ഫോം ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന, റൂറൽ ഡെവലപ്മെന്റ്, ആ സംഭവമാണ് ഇത്. അപ്പൊ ഇത് നിലവില് അംഗീകാരമുള്ളതാണോ? അതിന് വേണ്ടിയാണ് നമ്മളെ പേരിൽ എന്റെ ഭാര്യന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തു. എന്തിന്? ഇതിനെ പറ്റി. അപ്പൊ ഞാൻ പോകുന്നില്ലല്ലോ സംഘത്തിലേക്ക്. അപ്പൊ അതിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു. സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു, ഇത് ഒരു കടലാസ് കൊടുത്തു എനിക്ക് സ്റ്റേഷനിൽ നിന്ന്. കാണിക്കും കടലാസ് കൊടുത്തു. ആ കടലാസിൽ അവർ പറഞ്ഞു ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, കൃത്യമായിട്ടുണ്ട്, എല്ലാ നേരെ കാര്യമാണ് പറഞ്ഞിട്ടാണ്. അതിന്റെ ശേഷം നമുക്ക് ഡൗട്ട് വീണു. ഇത് അവര് ഞങ്ങൾ കടലാസ് കൊടുക്കുന്ന പറയുമ്പോ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നവർ കൊടുത്തിട്ടില്ല. അതിന്റെ ശേഷം നമുക്കൊരു ഇതിന്റെ മുകളിൽ സംശയമുണ്ട്. ആ സംശയം വീണ്ടാവാണ് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോ ഒരാളെ പേരിൽ ഞങ്ങൾ ഇപ്പൊ സംഘത്തിൽ എത്ര ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ സ്റ്റേറ്റ്. ആ ഒരേ സ്റ്റേറ്റ് ഇത് ജില്ല ഇത് ഏരിയന്ന് ഓരോരുത്തരുടെ പേരിൽ ഒരേ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഏത് 2005 RTA പ്രകാരം ഞങ്ങൾ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇത് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ ഇതില് പോയിട്ട് GSTയില, നമ്മളെ സബ് രജിസ്റ്ററില, പിന്നെ RBIയില് എല്ലാ ഇതില് പോകുമ്പോഴും പറയുന്നത് ഇത് നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. SBI ബാങ്കിൽ എന്ന് പറഞ്ഞല്ലേ ഒരു രാജ്യം, SBI ബാങ്കിലേക്ക് ഞങ്ങൾ RTA പ്രകാരം കൊടുത്തു. SBI ബാങ്കിൽ RTA പ്രകാരം കൊടുത്തിട്ടാകുമ്പോൾ അവർ പറയുന്നത് ഇത് അവര് നമുക്ക് മറുപടി കൊടുത്തത് എന്തായിരുന്നു, ഇപ്പൊ ഞങ്ങളുണ്ട് ഫോം മറുപടി കൊടുത്തറിഞ്ഞെങ്കിൽ ഇത് മൂന്നാമത്തെ ആളെ അക്കൗണ്ടാണ്, അതുകൊണ്ട് ഈ അക്കൗണ്ടിൽ ഇല്ല എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എത്ര പൈസ ഇങ്ങനെ നിങ്ങൾ പൈസ കോടിക്കണക്കിലുണ്ടാവും. ഇപ്പൊ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ആഴ്ച പോലെ. In Karnataka, we are creating awareness regarding the drastic futures of money lenders, illegal money lenders. Among them, SKDRDP is the root cause of all such illegalities. In the name of Sri Kshetra Dharmasthala Rural Development Project. You can just observe, the name is Rural Development Project. They claim it as a non-profit charitable trust. But how can a trust, charitable, non-profitable, is conducting money transaction, financial transaction over 25,000 crores rupees? That includes Karnataka as well as Kasaragod district of Kerala. So, prima facie, on the face itself, it looks it's a fraud. Because any organization, financial organization, it is involved in money lending activities, it has to be registered under Companies Act 1956, even if it has to be
it is an NBFC, non-banking financial companies should be registered under 1956 Companies Act as per RBI. But these people are telling we are trust, charitable non-profit trust. So they are fooling the people. You lodge any complaint against this? There are 41 complaints already registered against SKDRDP in Karnataka. Along with 4 FIRs, these are all NCRs because the police are not accepting. Even though the content is to take FIR, they have lot of influence, political influence, since he being the Rajya Sabha member. So people are hesitating to take FIR, but they have registered NCR. What do you think? How many crores they are looted? It is a multi-crore scam, sir. See, they have looted NRLM. Like Kutumbashri, it is there in every state. In Karnataka, it has the name of Sanjeevani. That Deen Dayal Antyodaya Yojana. Earlier, it was NARM Yojana, Jawaharlal Nehru. After this BJP government came at the center, it became J NARM Yojana. It is converted into NRLM, National Rural Livelihood Mission. In different states, it is working in the different name. In Kerala, like it is Kutumbashri. In Karnataka, it is Sanjeevani. So, as per RBI rules and regulations, we have master circular. Whichever bank provides loan to SHGs, 3.5% interest subvention is there. That is, the government itself gives 3.5% on behalf of the SHGs. But that amount is not reaching to the direct beneficiaries. Who are the direct beneficiaries? SHGs. Who are the members? Common people. They are farmers, coolie, women, Stri Shakti. They are, but it is not reaching. This SKDRDP, one should understand, it is a mediating company. It says itself, we are bank agent. But how can a bank agent determine the rate of interest? How can a bank agent collect every week money? That is very inhuman they are collecting. What's your next step? Next step, already in Karnataka, we approached the government and also the court. Court has already instructed Honorable DG and IGP of Karnataka to conduct investigation on the scandals of SKDRDP. And state government, under the leadership of Siddaramaiah ji, it has issued an ordinance, Sugriwadne. So there cannot be any illegal way of collecting money, illegal way of lending money. So we are fighting in this regard. To the Kerala government, I am requesting. See, already what happened during COVID time. It should not spread to one state to another state. So many precautions were taking. In Karnataka, so many deaths, suicidal deaths due to the harassment of these money lenders. So that should not extend to the Kerala. Already Kerala is infected with these people. So it should not elevate to the stage of suicidal deaths. So that should not happen. So please take all the precautionary measures. Thank you. എൻ്റെ എന്നല്ല ഇതേ കർണാടക സ്റ്റേറ്റ് 1,08,000 കോടി, കർണാടകവും പ്ലസ് കാസർഗോഡ് ചേർന്നിട്ട് 1,08,000 കോടി കടം കൊടുത്തു. ഇതൊരു RBI പെർമിഷൻ ഉണ്ടായിട്ട് കൊടുത്തതല്ല, RBI പെർമിഷൻ ഇല്ലാതെ കൊടുത്തേക്കുന്നത്. ഇന്ന് 2016 കഴിഞ്ഞിട്ട് എല്ലാവരും ഓൺലൈനിൽ കാശ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് ഈ അഴിമതി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കർണാടകത്തിൽ വന്നിട്ട് ഈ ഒരു അകരണം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാം ക്യാഷ് ആയിട്ടാണ്. ഒരാഴ്ച തന്നെ 10,000 കോടികളാണ് കളക്ഷൻ ആക്കിയത്. എല്ലാം ക്യാഷ് ആയിട്ടാണ് കളക്ഷൻ ചെയ്തത്. ഇതിലൊരു മനുഷ്യൻ കാര്യം പറയാനില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് കർണാടക രാജ്യത്തെ ദക്ഷിണ കന്നഡ ജില്ല വെളുത്തങ്കാട് താലൂക്ക് ധർമ്മസ്ഥല ഗ്രാമത്തിൽ, അതായത് ധർമ്മസ്ഥലത്തെ വലിയ പുണ്യക്ഷേത്രം, അത് ശിവന്റെ ക്ഷേത്രം, പുണ്യക്ഷേത്രം, ഹിന്ദു ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ ഇവരെന്ന് പറഞ്ഞാൽ രാജ്യസഭാ സദസ്യരായിരിക്കുന്ന ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ, അത് അമ്പലത്തിലെ കൺട്രോളെല്ലാം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അവര് ജൈനറാണ്, ദേവമാനം പറഞ്ഞാൽ പുള്ളി ദൈവം, വേറെ ആരും ദൈവമില്ല, പുള്ളി തന്നെ ദൈവം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു പുള്ളി. ആ ആൾക്കാരെ പറ്റിക്കുന്ന ഈ രീതി പറ്റിക്കുന്ന സംഭവം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം പറഞ്ഞു തരുന്ന കാരണം എന്ന് പറഞ്ഞെങ്കിൽ, ഈ ദേവമാനവും ഇതിന്റെ കുടുംബക്കാരും കൂടിയിട്ട് എൻ്റെ കുടുംബത്തെ പത്മലത ഒരു കൊച്ചിനെ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ 1989 കൊല ചെയ്തിയ, അത് അത്യാചാരം ചെയ്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2012 സൗജന്യ ഒരു കൊച്ചിനെ. അതല്ലാതെ അവിടെ ആനമാവത്ത് പറഞ്ഞിട്ട് ആനമാവത്തിനുണ്ടായിരുന്നു. അവരുടെ സ്ഥലത്തിന് വേണ്ടിയിട്ട് 2 പേര്
രണ്ടുപേരെ തല കല്ലെടുത്തിട്ട് വന്നേ. വേദവല്ലിന് ടീച്ചറിന് മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു വന്നു. ഇതേപോലെ 1000 കൊലകൾ അവിടെ നടന്ന് ആരും കാര്യം പറയാൻ ചോദിക്കാനില്ല. ഇത് മഹേഷ് എന്ന് പറഞ്ഞിട്ട് അതേ ഗ്രാമത്തെ ആ നാട്ടുകാർ പുള്ളി ഒരു പുള്ളി തന്നെ എണ്ണിച്ചിരുന്നു ധൈര്യമായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗിരീഷ് എന്ന് പറഞ്ഞ പുള്ളികൾ അതേപോലെ ഈ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇപ്പം ഇളവ് നിൽക്കുന്ന സംഭവം. അന്ന് പരാതി കൊടുത്തു. ആത്മാവത്തിന് കേസിനകത്ത് വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറഞ്ഞ പുള്ളിന്റെ അനിയൻ ഹർഷേന്ദ്രൻ അവരുടെ പല കേസ് കൊടുത്തു. എല്ലാം ക്ലോസ് കേസ് ചെയ്യുക, പ്രത്യേകം കേസ് കൊടുക്കുക. ഞങ്ങൾ റിപ്പോർട്ട് ഇടുക. ഇതിനേക്കാൾ മുമ്പ് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരേ സഭ ഞങ്ങൾ കർണാടക ചെയ്യുമ്പോൾ പറയും 1000 പെൺപിള്ളാരെ അവിടെ കൊന്നെന്ന് പറയുമ്പോഴും ആരും കേൾക്കുന്നില്ലായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് റിപ്പോർട്ട് കാണിക്കാം. എനിക്ക് കർണാടക സർക്കാർ 2018 ഒരു എൻക്വയറി ചെയ്ത ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് 3 ദിവസത്തിൽ ഒരു അസഹജ അസഹജം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അറിയാത്ത രീതി മരണം ഉണ്ടാക്കിക്കൊണ്ടുള്ളത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് മാത്രമല്ല, നമ്മൾ അവിടെ കണ്ട ആൾക്കാർ ആവശ്യം പോലെ ഉണ്ട്. അന്ന് ആരും മിണ്ടാൻ ധൈര്യം കാണിക്കുന്നില്ല. ഒരു മനുഷ്യൻ ധൈര്യം കാണിക്കാനില്ല. ധൈര്യം കാണിച്ചാൽ അവനെ ഏതെങ്കിലും രീതി കൊല ചെയ്യുക. ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടീ പോലീസിലാക്കി ഇടീ സർക്കാർ എന്ന് പറഞ്ഞ എല്ലാം അവരുടെ സ്വാധീനത്തിലാണ്. അവർക്ക് പോയി അഡ്ഡമിടുക. അതാണ് ദേവമാനമല്ലേ, അവൻ പറഞ്ഞല്ല കേൾക്കേണ്ടത്. അത് തന്നെ നടന്നത്. ഇതിന്റെ പുറകെ ഞങ്ങൾ പോരാട്ടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞ ഈ ഒരു കാശിനെ അഴിമതിക്കകത്ത് ഒത്തിരി ആൾക്കാർ ചാവുന്ന മനസ്സിലായി. അന്നേരം അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ അടിയിലോട്ട് പോകുമ്പോൾ ഈ 1 വർഷം കൊണ്ട് കിട്ടിയ ഒരു റിപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ NRML യോജന എന്ന് പറഞ്ഞ ഗ്രാമങ്ങൾ അഭിവൃദ്ധിയാക്കാൻ വരുന്ന കാശ് ഇവർ തട്ടിപ്പ് ചെയ്യുക. ഇത് ആൾക്കാർക്ക് എത്തിക്കുന്നില്ല. അതിന്റെ സെന്ററിൽ നിന്നിട്ട് ഇവന്മാരെ തിന്നുക. അത് തന്നെ ഞങ്ങൾക്ക് ഒരാഴ്ച ബാക്കിൽ ഇത് കിട്ടിയത് എങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു ബാങ്കിൽ എന്ന് പറഞ്ഞാൽ 10 പേരുടെ ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ആ ഗ്രൂപ്പിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇവർക്ക് BC എന്ന് പറഞ്ഞുള്ളൂ. BC എന്ന് പറഞ്ഞാൽ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ മധ്യവർത്തിയായിട്ട് ചെയ്യാനായിട്ട്. ഇത് ഒരു ഗ്രാമത്തെ ആൾക്കും ബാങ്കിനുമായിട്ട് സെന്ററിൽ നിന്നിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. BC എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന് വരുന്നത്. അന്നേരം ഇവർ അതല്ല ചെയ്യുന്നത്. ഈ സെന്ററിൽ നിന്നിട്ട് എന്ത് പറഞ്ഞോ ഈ ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ഗ്രൂപ്പിനകത്ത് ആൾക്കാരുടെ എല്ലാവരും 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ ആധാർ കാർഡും ID കാർഡും പിന്നെ ബയോമെട്രിക് മേടിച്ചിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഇവർ ബാങ്കിൽ കൊടുത്തിട്ട് അവരുടെ പേര് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് സേവിങ് അക്കൗണ്ട് ചെയ്യാനാണ്. സേവിങ് അല്ല, CC അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബാങ്കിൽ നിന്ന് ആ ഗ്രൂപ്പിലോട്ട് കാശ് ഇടുന്നുണ്ട്. ആ കാശ് ഇട്ടെങ്കിൽ ആ കാശിന്റെ കൺട്രോള് ഈ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന. അതിൽ 10 പേർക്ക് അറിയേയില്ല. ഇത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നേ അറിയുന്നില്ല. എന്നിട്ട് എന്താ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധർമ്മസ്ഥലത്തെ കാശ് തരുന്നയാ, അതും കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് മണി അതും കൊടുക്കുന്നു. അമ്പലത്തിൽ കാശ് ഇടുന്ന രാജ്യക്കാരുടെ കാശ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ ആ 10 പേരുടെ കാശുണ്ടല്ലോ ബാങ്കിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ വന്നേക്കുന്നത്, അതേ കാശ് ഇവരെടുക്കും. ഇവർക്കാണ് കൺട്രോൾ മേടിക്കുക. അവർ ലെറ്റർ എഴുതി ആ കാശ് ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇവിടെ ആഴ്ച പട്ടിക്ക് പിന്നെ അവർക്ക് തന്നെ കൊടുക്കും. ആഴ്ച പട്ടിക്ക് കൊടുക്കും പിന്നെ അവർക്ക് ആലോചിക്ക്. അതിൽ അവർക്ക് വരുന്ന 9.8% ബാങ്കിൽ നിന്ന് കൊടുത്തേക്കുന്നത്. ഇവര് ആഴ്ചക്ക് 14% മേടിച്ചോണ്ട്, മാസത്തിനേക്കാൾ വർഷത്തിനേക്കാൾ 60% വരെ പലിശ മേടിച്ചോണ്ട്. പാവങ്ങൾക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര വിദ്യയുള്ളവരല്ല. വിദ്യയുള്ളവരെ ചേർക്കുന്നില്ല ഇതിനകത്ത്. വിദ്യയില്ലാത്ത കൂലിപ്പണിയുള്ളവരെ കൊടുത്ത കാശ് കൊടുക്കുന്നത് തോന്നില്ല. എന്നാൽ അവരുടെ കാശിന് അവരെന്നെ പലിശ മേടിക്കുക. അതുമല്ല അവരുടെ കാശ് തന്നെ ഞാനെടുത്ത് തിരിച്ച് അവർക്കല്ലേ കൊടുക്കണമെങ്കിൽ ജാമ്യം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ മേടിക്കണമെങ്കിൽ 10,000 രൂപ വർഷത്തിൽ ഇൻഷുറൻസ് കൊടുക്കണം. 1200 രൂപ PRK കൊടുക്കണം. പിന്നെ ഇതിന് ആരോഗ്യ എന്തുണ്ട് അതിന് വേണ്ടിയിട്ട് അതിന് കാശ് ചെയ്യും. ആ കാശ് എല്ലാം ഉപയോഗിക്കുന്ന കപ്പാസിറ്റി ഇത് കൊടുത്തേക്കുന്ന കൺട്രോൾ ഈ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന. ആ ഒരു അക്കൗണ്ടിൽ 15 ലക്ഷം കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ അത് 5 ലക്ഷം ആ 10 പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ ബാക്കി 10 ലക്ഷം എടുത്തിട്ട് വേറെ ഗ്രൂപ്പിൽ മൊത്തം കൊടുക്കുക. ഈ രീതി നടക്കുന്ന ഭയങ്കര അഴിമതി. അത് കഴിഞ്ഞ് ഈ ഒരു അക്കൗണ്ടിലോട്ട് ഈ ബാങ്കിലോട്ട് കേന്ദ്ര സർക്കാരിന്റെ NRML യോജനയില് ഫണ്ട് വരുന്നെങ്കിൽ ആ ഫണ്ട് ഇവർക്ക് സബ്സിഡി കൊടുക്കുന്നില്ല. ഒന്നും കൂടെ അതും ഇവര് തന്നെ നിന്നോണ്ടിരിക്കുന്നത്. അതുമല്ല പിന്നെ ആഴ്ച കിട്ടുമല്ലോ 20 രൂപ വെച്ചിട്ട് ആ കാശിനും അക്കൗണ്ടിൽ എവിടെയും കിട്ടുന്നില്ല. അതും തിരിച്ചിട്ട് ഇവര് വേറെ ഒരു പട്ടി കൊടുക്കും. ഇതിങ്ങനെ ഭയങ്കര പലിശ കൊടുത്തിട്ട് ആൾക്കാരെ കൊല്ലുന്നത് ദന്ത ആയിക്കൊണ്ടിരിക്കുക. കർണാടക പ്രൂഫുണ്ടോ അവർക്ക് പൈസ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ആ പൈസയാണ് നിങ്ങൾക്ക് തരുന്നത്? എന്റെ റെക്കോർഡ് വെച്ചിട്ട് ഇത് കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരാഴ്ച ബാക്കിൽ എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടുക പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഒരു 60 സൈൻ ആണ്. ഇപ്പൊ ഞങ്ങൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ എല്ലാത്തിനും സൈൻ ഇട്ടിട്ട് അക്കൗണ്ട് ആക്കാൻ പോവുക. ഇത്ര നാളെ അക്കൗണ്ട് ചെയ്തില്ലായിരുന്നു. കുറച്ചൊക്കെ ഇവർ അറിയാതെ ചെയ്തുകൊണ്ടായിരുന്നു. അന്നത്തെ അക്കൗണ്ട് 120 സൈനങ്ങളായിരുന്നു. അന്നേരം എന്നെ വിളിച്ചൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് സാർ ഇങ്ങനെ സൈൻ ഇടാമെന്ന് പറഞ്ഞു. ഇടലാന്ന് പറഞ്ഞു. അതിന്റെ കോപ്പി എടുത്ത് പെരക്കാത്തി വെച്ചു. പെരക്കാത്തി വിളിച്ച് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് അതിന്റെ PDF അയച്ച്. അത് കഴിഞ്ഞ് ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പോഴാണ് ഈ സംഭവം മനസ്സിലാവുന്നത്. ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പം SBI ബാങ്കുകാർ പറഞ്ഞ് നിങ്ങൾ കിട്ടാനുള്ളത് 38,000. നോക്കുമ്പോൾ ഈ പാർട്ടിന്റെ ഇവർ മേടിക്കാൻ പോകുന്നത് 1,15,000. അതാ ഇവർക്ക് എന്നിട്ടും അറിയില്ല. എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള ആർക്കും അറിയാലായിരുന്നു ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നത്. ഞാൻ പോയി പറയുമ്പോൾ അറിഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഞാൻ എല്ലാം എൻക്വയറി ചെയ്യുമ്പോൾ എല്ലാ അക്കൗണ്ട് നമ്പറും ഉണ്ട്, ബാങ്കും ഉണ്ട്.
അത് ഇവർക്ക് അറിയാം. എത്ര പേരുടെ എത്ര പേര് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്? ചേട്ടാ ഇതൊരു 52 ലക്ഷം ആൾക്കാർ തട്ടിപ്പായിട്ടുണ്ട്. 52 ലക്ഷത്തിന്റെ ആൾക്കാരുണ്ട് ഞാൻ ചേർന്നേക്കുന്നത്. ഇതാ പറഞ്ഞത് 1,08,000 കോടി എന്ന് പറഞ്ഞാൽ രാജ്യക്കാരുടെ കാശുണ്ട്, അമ്പലത്തിലെ കാശുണ്ട്, ഈ രീതി പറ്റിച്ച കാശ്. ഇതൊന്നും ഗവൺമെന്റ് ചോദിക്കാൻ ഒരു ഇൻക്വയറി ചെയ്യാൻ നമ്മുടെ കർണാടക ആരുമില്ല. ഇപ്പൊ സിദ്ധരാമയ്യ സർക്കാർ വന്നിട്ട് ഞാനൊരു ഇമ്മീഡിയറ്റ് ഒരു സുബ്രിവാജ്യ മുഖാന്തരമായിട്ട് ഇങ്ങനെ ഒരു തുടങ്ങിയിട്ടുണ്ട്. ആഴ്ച 1,000 കോടി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഞങ്ങൾ ഗവൺമെന്റ് എല്ലാം ഇത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാജ്യപാലിനെ ഞങ്ങൾ രണ്ടും പോയി കോൺടാക്ട് ചെയ്തായിരുന്നു. എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. കാര്യം പറഞ്ഞിട്ട് അതിന്റെ മകളെ ഇപ്പൊ സുഗ്രീവാജ്യം വന്നത്, ആദേശം വന്നത്, മുഖ്യമന്ത്രിയും കൊടുത്തു. അതിന്റെ ഒരു വന്നത് അതിന്റെ ഒരു അംഗമായിട്ട് കാസർഗോഡിൽ വന്നേക്കുന്നത്. ഈ കൊറോണ വന്നല്ലോ ചീന നിന്നോട്ട്, അതേപോലെ പോയിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഇപ്പൊ ഞങ്ങൾ തമിഴ്നാട്ടിലും പോയിക്കൊണ്ടിട്ട് അവിടെ ഇപ്പൊ കൊടുത്തോണ്ടിട്ട്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനും ഇത് ഇവിടെ തനിക്കാവണം. ഇവിടെ ഒരു തനിക്കാത്ത രചനയായിട്ട് ഇത് തനിക്കാവണം. അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. GST കോപ്പി ഉണ്ടോ? ഒറിജിനൽ ഇത് കോപ്പി. ഇത് RBI പെർമിഷൻ ഇല്ല. ഇതാണ് നോട്ട് അവൈലബിൾ. RBI പെർമിഷൻ ഇങ്ങനെ ചെയ്ത പരിപാടി ഇവിടെ SKDRP എടുക്കുന്ന ഇവർ ഈ സംഭവം SKDRP ഓപ്പൺ ചെയ്തത്. അന്നേരം ഈ പാപ്പ ഇവർക്ക് അറിയാല, കാർത്തിക്കായ ഗ്രൂപ്പിന് അറിയാലേ സംഭവം ഉണ്ടെന്ന്. SKDRPനോട് ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടിരിക്കുന്നത്. പാമ്പങ്ങൾക്ക് ഇതുങ്ങൾക്ക് അറിയാല. ഇതിനകത്ത് ഉളിത്തായ എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ ആഴ്ച, അത് കിട്ടുന്നില്ല. ലോണ് തന്നെ ആഴ്ച കിട്ടുന്നത് കാണിക്കുന്നില്ല. ഇവരുടെ കാശ് എടുത്താൽ അവരെ എൻജോയ് ചെയ്യുക, അവരെ കാശുണ്ടാക്കുക, അവർ ബിസിനസ് സെന്റർ ആക്കി.